മെട്രിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ, ഇവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇക്വേഷൻ ഔട്ട്പുട്ട് ഇക്വേഷൻ, അത് സ്റ്റേറ്റ് ഇക്വേഷൻ എക്സ് ഡോട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു വരുൺ എക്സ് ഡോട്ട് ഈസ് എ എക്സ് പ്ലസ് ബി യു. ഔട്ട്പുട്ട് ഇക്വേഷൻ y equal to cx y equal to cx plus d. cx plus du. അപ്പൊ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലേ, അത് തന്നെ സിസ്റ്റം മെട്രിക്സ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്, കോളം മെട്രിക്സ് ആണ്. ഇതാണ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി അടുത്തൊരു റോ മെട്രിക്സ് ആണ്. അതെന്താണ്, ഔട്ട്പുട്ട് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യും ഈ ഇക്വേഷൻ ആയിട്ട്. സി. ഡി ഉണ്ടോ? ഇല്ല. ഡി ഈക്വൽ ടു 0. ഡി ഈക്വൽ ടു 0. നമുക്ക് ഇക്വേഷൻ അറിയാം, ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ അറിയാം. അതായത് എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ? എന്താണ്? സി ഇൻറ്റു റിലക്റ്റന്റ് മെട്രിക്സ് ഇൻറ്റു പറയൂ ബി പ്ലസ് ഡി. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിലക്റ്റന്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കൂ. റിലക്റ്റന്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എസ് ഐ മൈനസ് എ ഇൻവേഴ്സ്. വേറെ ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അത് കണ്ടുപിടിക്കൂ. പെട്ടെന്ന് കണ്ടുപിടിക്കണേ. മെലൻ. ഇക്വേഷൻ മെട്രിക്സ് എടുത്തത് എ ബി സി. കണ്ടുപിടിക്കാം. എസ് ഐ മൈനസ് എങ്ങനെ കിട്ടിയോ? കിട്ടി സർ. ഓക്കെ, ഇനി ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് 2x2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തന്നായിരുന്നു. ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അഡ്ജ് കണ്ടുപിടിക്കുന്ന, എന്നിട്ട് ഇവിടെ മൈനസ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കോളം അല്ല, ഡയഗണൽ. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചോ? എസ് പ്ലസ് 5 ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് 3 എന്ന് കേട്ടോ.
ഡിറ്റർമിനന്റ് എന്ത് കിട്ടി? x² + 6x + 8 എന്ന് പറഞ്ഞു കിട്ടിയോ? യെസ് സർ. ഓക്കെ. ഞാൻ ഈ ഫൈ ഓഫ് എക്സില റിലക്റ്റന്റ് മെട്രിക്സില ഡിറ്റർമിനന്റ് അതുപോലെ തന്നെ എഴുതി 1 ഡിറ്റർമിനന്റ്. ഇനി ഞാൻ സി ഇൻറ്റു ഫൈ ഓഫ് എക്സ്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പം y ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റിലക്റ്റന്റ് മെട്രിക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ബി പ്ലസ് ഡി. ഡി ഈക്വൽ ടു ഇവിടെ 0 ആണ്. അപ്പൊ സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് ആണ് ഞാൻ നെക്സ്റ്റ് ഇവിടെ എടുത്തേക്കുന്നത്. സി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് പറയുമ്പോൾ റോ മെട്രിക്സ് ആണ് 1, 2. ഇങ്ങനെ കിട്ടിയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇങ്ങനെ കിട്ടിയോ? കിട്ടി സർ. എന്നിട്ട് എന്താ ചെയ്യേണ്ട? സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ട? ഇൻറ്റു ബി. ഇത് എഴുതിയേക്കുന്ന സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് ആണ്. സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ബി ചെയ്യാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കറക്റ്റായിട്ട് കിട്ടിയോ നോക്കിക്കേ. കിട്ടി സർ. എല്ലാവർക്കും കിട്ടിയോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും കിട്ടിയെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. കിട്ടി സർ. യെസ് സർ കിട്ടി. യെസ് സർ. ഓക്കെ. ഇത് എന്ത് കണ്ടുപിടിക്കാൻ തന്നെയാണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇപ്പൊ തൊട്ട് മുമ്പേ ചെയ്തതുപോലെ ഇവിടുത്തെ എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിസ്റ്റം മെട്രിക്സ് -2, -2, 4, -8. ഇൻപുട്ട് മെട്രിക്സ് ഏതാ? ബി. ഇൻപുട്ട് മെട്രിക്സ് ബി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മെട്രിക്സ് ആണ്. എന്താണ്? കോളം മെട്രിക്സ് ആണ് 1, 1. ഇനി ഔട്ട്പുട്ട് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് മെട്രിക്സ് സി എന്ന് പറയുമ്പോൾ എന്താണ്? റോ മെട്രിക്സ് ആണ്. ഔട്ട്പുട്ട് ഇക്വേഷൻ എടുക്കുന്ന 1, 0. ഇനി ഒരു മെട്രിക്സ് ഉണ്ട്, എന്താ? ഈ ഡി എന്ന് പറഞ്ഞ അതെന്താടാ? ഡി ട്രാൻസ്മിഷൻ മെട്രിക്സ്. ട്രാൻസ്മിഷൻ മെട്രിക്സ് ഇവിടെ എന്താണ്? 0. തൊട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെയാണ്. ചെയ്യണോ? നിങ്ങൾ ചെയ്ത് നോക്കാമല്ലോ നിങ്ങൾക്ക്. അതിപ്പോ ചെയ്ത് നോക്കണോ? ഇപ്പൊ ചെയ്ത് നോക്കണോ? നിങ്ങൾ പിന്നെ ചെയ്യുവോ? സെയിം ടൈപ്പ് തന്നെയല്ലേ സർ? കുഴപ്പമില്ല. സെയിം ടൈപ്പ് തന്നെയാണ്. എന്ത് കണ്ടുപിടിക്കുക? റിലക്റ്റന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുക. പിന്നെ സി ഇൻറ്റു റിലക്റ്റന്റ് മെട്രിക്സ് എടുക്കുക. ആ റിസൾട്ടിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ബി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സെയിം മെത്തേഡ് തന്നെയാണ്. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന്റെ സെയിം ഇത് തന്നെയാണ്. ഇപ്പൊ ചെയ്യണോ? അത് പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂ. പിന്നെ ചെയ്തു. ഓക്കെ.
ആരെങ്കിലും ലെഫ്റ്റ് ആയിരുന്നോ? ആരെങ്കിലും പോയോ? ഇല്ല സർ. ഇല്ല സർ. ആരോ ഒരാൾ പോയി. രണ്ടുപേരും ഇന്നില്ല സർ. രണ്ടുപേരില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുമ്പം എന്തൊക്കെയാണോ അതിലുള്ളത്? എന്തൊക്കെ കണ്ടുപിടിക്കണം സ്റ്റേറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഔട്ട്പുട്ട് ഇക്വേഷനും സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും. സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ഫോം എന്താണ്? x dot is equal to ax plus bu. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y equal to cx plus du. ഓക്കെ. ഇനി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് സ്റ്റേറ്റ് മോഡൽ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഒരു ടൈപ്പ് നമ്മൾ നോക്കി. എന്താണ്? ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആയി 10 ഡിവൈഡഡ് ബൈ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയില്ലേ? 10 ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നോക്കിയല്ലോ. അവിടെ നമ്മൾ എന്താ ചെയ്തത്? y ഓഫ് എക്സ് ഡിവൈഡ് ബൈ യു ഓഫ് എക്സ് ഈക്വൽ ടു അവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ഫോം ചെയ്തു? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തു. എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് നമ്മൾ എടുത്തു, സെലക്ട് ചെയ്തു. സ്റ്റേറ്റ് വേരിയബിൾസ് എങ്ങനെയാ സെലക്ട് ചെയ്തത്? ഇപ്പം സെക്കൻഡ് ഓർഡർ ആണ്. ഇപ്പൊ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എത്ര സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടാവും? 2. അവിടെ തേർഡ് ഓർഡർ ആണെങ്കിൽ 3 സ്റ്റേറ്റ് വേരിയബിൾസ്. അതിൽ ഔട്ട്പുട്ടിനെ ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കും. ഓർക്കുന്നുണ്ടോ നിങ്ങളാ? x1 ഈക്വൽ ടു y എന്ന് പറഞ്ഞെടുത്തു. ഇനി ആ y-നെ 1 ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റേറ്റ് വേരിയബിൾ x2 ആയിട്ട് എടുക്കും. പിന്നെ ഈ ഔട്ട്പുട്ട് y ഓഫിനെ 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായിട്ട് എടുക്കും? തേർഡ് സ്റ്റേറ്റ് വേരിയബിൾ x3 ആയിട്ട് എടുക്കും. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ? ഇനി നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ ഒരു ഫോമിലേക്ക് തരുവാണെങ്കിൽ ഇപ്പൊ 4x plus 10 ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് അല്ലാണ്ട് വരുവാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് 5x പ്ലസ് 60. ഇവിടെ ന്യൂമറേറ്റർ നോക്കാം. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എന്തല്ല? കോൺസ്റ്റന്റ് അല്ല അല്ലേ? ഇങ്ങനെ ഒരു ടൈപ്പ് തരുവാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. Obtain the state model and give the block diagram representation. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഇതിന് വേറെ മെത്തേഡാണ്. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് പറയും. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇതിൽ ഞാൻ ലെറ്റ് y of x divided by z of x is equal to 10 into s plus 4 ന്യൂമറേറ്റർ s plus 4. ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുത്തു z ഓഫ് എക്സ്. എന്നിട്ട് y ഓഫ് എക്സ് ഡിവൈഡ് ബൈ z ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഞാൻ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തു. ഇനി ആൻഡ് z ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ u ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കണം? 1 ബൈ s into s plus 1 into s plus 3. ഇനി ആ രണ്ട് ഇക്വേഷൻ ഒന്ന് LHS മൾട്ടിപ്ലൈ RHS മൾട്ടിപ്ലൈ നോക്കിയേ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെ കിട്ടും. നോക്കിയേ എങ്ങനെയാ? y ഓഫ് എക്സ് ഞാൻ LHS മൾട്ടിപ്ലൈ ആണ്. y ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ z ഓഫ് എക്സ് into z of x
divided by u of x equal to ഞാൻ ആർ എച്ച് എസ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ് 10 ഇൻറ്റു എസ് പ്ലസ് 4 divided by s into s plus 1 into s plus 2. ഈ z of x ഉം z of x ഉം ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത് y of x divided by u of x. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? എന്താ ചെയ്തത്? വേറൊരു ഫംഗ്ഷൻ ന്യൂമറേറ്ററിന് ഒരു ഫംഗ്ഷൻ ആക്കി, അതായത് y of x divided by z of x എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ട? z of x by u of x is equal to എന്താണ്? 1 by denominator x plus 1 into s plus 3. നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്തില്ലേ z of x by u of x? ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുന്നത്. നീ ആദ്യം കൺസിഡർ ചെയ്തില്ലേ? ആദ്യം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇപ്പം നോക്കുക, രണ്ടാമത് വെച്ചിട്ട് ഞാൻ z of x divided by u of x വെച്ചിട്ടാണ് എന്ത് എഴുതുന്നത്? സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്ററിൽ എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ എന്താ പറയാ, നേരത്തെ ചെയ്ത പോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻവേഴ്സ് എടുത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുക ഫസ്റ്റ്. ചെയ്യാലോ അത്രയും? അതാദ്യം ചെയ്യും. പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി. ഓക്കെ. ഞാനിപ്പോ എന്താ ചെയ്യാൻ പറഞ്ഞേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്തിനു വേണ്ടിട്ടാ? സ്റ്റേറ്റ് ഇക്വേഷൻ വേണ്ടിട്ടാ. ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇതാണ് കൺസിഡർ ചെയ്യേണ്ട. ഔട്ട്പുട്ട് ഇക്വേഷൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? u of s is equal to s into s plus 1 into s plus 3 z of x is equal to എന്താണ്? u of x. ഇത് എസ് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ എസ് ഇൻറ്റു ഇത് രണ്ട് ടൈം കൂടി മൾട്ടിപ്ലൈ ചെയ്താ എന്ത് കിട്ടും? s square plus 4s plus 3. ഇനി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ പ്ലസ് 3s into z of x equal to u of s. ഞാൻ LHS ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എഴുതാം. z of x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ്. s ക്യൂബ് z of x പ്ലസ് 4s സ്ക്വയർ z of x
plus 3s. 3s z of x. ആ യു ഓഫ് എക്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക LHSലേക്ക്. Minus u അപ്പൊ of എന്താ x പറഞ്ഞ equal to 0. മൈനസ് യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഞാൻ ഇൻവേഴ്സ് എടുത്തോട്ടെ. ഇൻവേഴ്സ് എടുക്കാം. എക്സ് ക്യൂബ് ഇൻറ്റു ഇസഡ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് എന്താണ്? d cube z by d cube. ഡി ക്യൂബ് ഇസഡ് ഓഫ് ടി ബൈ ഡി ടി ക്യൂബ്. ഡി ടി ക്യൂബ് പ്ലസ് 4 ഞാൻ അതുപോലെ എഴുതി കോൺസ്റ്റന്റ്. അടുത്ത എസ് സ്ക്വയർ ഇസഡ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ഡി സ്ക്വയർ Z of t by dt square. ഇസഡ് ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ. ഇനി അടുത്ത് 3x ഇൻറ്റു ഇസഡ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം. 3dz by ഡി ഇസഡ് ഓഫ് ടി ബൈ ഡി ടി മൈനസ് യു ഓഫ് ടി u of t minus u of t equal to 0. 0. അപ്പം സ്റ്റേറ്റ് വാരിയബിൾസ് എങ്ങനെയാ സെലക്ട് ചെയ്യേണ്ടത്? എത്ര സ്റ്റേറ്റ് വാരിയബിൾസ് ഉണ്ടാവും? 3 സ്റ്റേറ്റ് വാരിയബിൾ. ഷാരിയോ 4 എന്ന് പറഞ്ഞോ? ഇല്ല 3 എന്നാ പറഞ്ഞ. 3. ഓക്കെ. അപ്പൊ ആ സ്റ്റേറ്റ് വാരിയബിൾസ് ഏതൊക്കെയാണ്? Z1 ഞാൻ എന്തായിട്ടാണ് എടുക്കേണ്ടത്? എന്തായിട്ട് എടുക്കണം? നമ്മൾ അവിടെ വൈൻ്റെ ടേംസിലാണ് എഴുതിയത് അല്ലെ? ഇപ്പൊ അവിടെ വൈ ആയിട്ട് എടുത്തു. ഇവിടെ എന്തായിട്ട് എടുക്കണം? ഇസഡ്. അടുത്ത് x2 എന്തായിട്ട് എടുക്കണം? dz by dt. dz by dt. dz by dt നെ നമുക്ക് എന്ത് എഴുതാം? എന്ത് എഴുതാടോ? z1 ഡോട്ട് എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? Yes. നിങ്ങൾ എന്താ പറയാത്ത? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് സാർ. Yes sir, എഴുതാം. മനസ്സിലാവുന്നുണ്ട് സാർ, എഴുതുന്നുണ്ട് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് z3 എങ്ങനെ എടുക്കും? d സ്ക്വയർ by dt square. z by dt സ്ക്വയർ. അതിന് നമുക്ക് എന്തെന്ന് എഴുതാം? x2 dot. x2 ഡോട്ട്. അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ് വാരിയബിൾസിന്റെ എന്താ പറയുക, സ്റ്റേറ്റ് വാരിയബിൾസിനെ ഫിസിക്കൽ വാരിയബിൾസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്കിനി x1 ഡോട്ടിന്റെ ഇക്വേഷൻ എവിടെയുണ്ട്, x2 ഡോട്ടിന്റെ ഇക്വേഷൻ എവിടെയുണ്ട്. ഇനി നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ ഇനി എന്ത് വേണം? s3 ഡോട്ട് വേണം. അത് എവിടെ നിന്ന് കിട്ടും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ x3 ഡോട്ട് ഈ ഡി ക്യൂബ് ഇസഡ് ഓഫ് ടി ബൈ ഡി ടി ക്യൂബിനെ ഞാൻ എന്താന്ന് എഴുതാം? ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയും. ഇവിടെ ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ z3 ആണ് അല്ലേ? അപ്പൊ ഡി ക്യൂബ് ഇസഡ് ബൈ ഡി ടി ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? x3 dot. x3 ഡോട്ട്. അപ്പൊ x3 ഡോട്ട് പ്ലസ് 4 ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ. ഇനി ആ ഡോട്ട് അത് വെച്ചിട്ടല്ല റീപ്ലേസ് ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റേറ്റ് വാരിയബിൾസ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താം? 4x3 അല്ലാണ്ട് ഇവിടെ x2 ബാർന്ന് ഇട്ട് വെക്കില്ല, x2 ഡോട്ട് ഇട്ട് വെക്കില്ല. നമുക്ക് സ്റ്റേറ്റ് വാരിയബിൾസ് കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന റീപ്ലേസ് ചെയ്യുന്നത്. പ്ലസ് 3 ഇൻറ്റു ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടിക്ക് പകരം x1 ഡോട്ട് എഴുതരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? x2 മൈനസ് യു ഓഫ് ടി ഈക്വൽ ടു 0. അതിൽ x3 ഡോട്ടിന്റെ ഇക്വേഷൻ എഴുതട്ടെ. x3 ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് 3x2 മൈനസ് 4x3 പ്ലസ് യു ഓഫ് ടി. കറക്റ്റ് അല്ലേ?
ഓക്കെ. ഇനി ഞാൻ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പം ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ്, നമുക്ക് ഇപ്പൊ കിട്ടിയത് x3 ഡോട്ട് തേർഡ് ഇക്വേഷൻ. ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയാൽ മതി. x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് ഈക്വൽ ടു x1 ഡോട്ടിന്റെ ഇക്വേഷൻ നോക്കിക്കേ. x1 ഡോട്ട് അതിന്റെ എലമെന്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം? x1 ഡോട്ട് x2 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ 0 1 0. അടുത്ത x2 ഡോട്ടിലോ x3 മാത്രമേ ഉള്ളൂ. 0 0 1. ഇനി അടുത്ത് x1 ഉണ്ടോ? x3യുടെ ഇക്വേഷനിൽ x1 ഇല്ല. 0 -3 -4 ഇൻറ്റു സ്റ്റേറ്റ് വാല്യൂസ് ഏതൊക്കെയാണ്? x1 x2 x3. നിങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ ഞാൻ എഴുതുന്നില്ല. പ്ലസ് നമുക്ക് എക്സ് ആയതേ ഉള്ളൂ അല്ലേ? ഇനി ബിയുടെ മെട്രിക്സ് ഫോം ചെയ്യണം. ഇൻപുട്ട് മെട്രിക്സ്. x1ൽ ഇൻപുട്ട് വല്ലതുണ്ടോ? ഇല്ല. x1 അല്ല, x1 ഡോട്ടില്ല. ഉണ്ടോ? x2 ഡോട്ടിൽ ഇൻപുട്ട് വല്ലതുണ്ടോ? ഇല്ല. x3 ഡോട്ടിൽ ഇൻപുട്ട് ഉണ്ടോ? ഉണ്ട്. 1 ഇൻറ്റു u ഓഫ് t. ഇതാണ് സ്റ്റേറ്റ് ഇക്വേഷൻ. സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതിയാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ. ഞാൻ ഇവിടെ എന്താ ഒരു 3 കുത്തിട്ടിട്ടുണ്ട്, 3 ഡോട്ട് ഇട്ടിട്ടുണ്ട്. എന്താണിത്? എന്താ മീൻ ചെയ്യുന്നത്? ഞാനിവിടെ 3 ടൈംസ് ഇസഡ് ഓഫ് ടിനെ 3 ടൈംസ് ഇവിടെ, അതായത് d ക്യൂബ് ഇസഡ് ഓഫ് ടി ബൈ ഡി ടി ക്യൂബ് ആണ്. ഈ നോട്ട്സ് നോക്കുമ്പോൾ അത് ഡൗട്ട് വരരുത്, അതുകൊണ്ടാ പറഞ്ഞ ഡി ടി ക്യൂബ്. ഈ നമുക്ക് അപ്പൊ സ്റ്റേറ്റ് ഇക്വേഷൻ ആയി. സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ഇക്വേഷനും വേണം, പിന്നെ എന്ത് ഇക്വേഷനും വേണം? ഔട്ട്പുട്ട് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തതാണ്. ഫസ്റ്റ് എടുത്തത് എന്താണ്? ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ വൈയോ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, ഞാൻ എഴുതുന്നില്ല. നമ്മുടെ ആദ്യം കൺസിഡർ ചെയ്ത് y ഓഫ് എക്സ് ഡിവൈഡ് ബൈ z ഓഫ് എക്സ് ഈക്വൽ ടു 10 ഇൻറ്റു എസ് പ്ലസ് 4 ആണ്. അപ്പൊ ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 10x പ്ലസ് 40 എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. y ഓഫ് എസ് ഈസ് ഈക്വൽ ടു 10x പ്ലസ് 40 ഇൻറ്റു z ഓഫ് എക്സ്. ഞാൻ എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് എഴുതിയിട്ടുണ്ട്, 10x ഇൻറ്റു z ഓഫ് എക്സ് പ്ലസ് 40 z ഓഫ് എക്സ്. ഇൻവേഴ്സ് എടുക്കുമ്പം എനിക്ക് y ഓഫ് ടി ഈക്വൽ ടു 10 ഇൻറ്റു z ഇൻറ്റു z ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താടാ? ഡി z ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 40 z ഓഫ് ടി y ഈക്വൽ ടു ഈ 10 അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡി ഇസഡ് ഓഫ് ടി ബൈ ഡി ടിക്ക് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? നേരത്തെ നമ്മൾ എന്തോ എടുത്തു വെച്ചിട്ടുണ്ട്. ഡി ഇസഡ് ഓഫ് ടി ബൈ ഡി ടിക്ക് പകരം എന്താണ്? ഡി ഇസഡ് ബൈ ഡി ടിക്ക് പകരം എന്ത്? z2. അതുപോലെ ഇസഡിന് പകരം എന്താണ്? x1. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x2 ഇതിന് പകരം ഞാൻ x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസഡ് ഓഫ് ടിക്ക് പകരം ഞാൻ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതി. y ഈക്വൽ ടു x1ന്റെ ടേം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? 40.
അത് എഴുതി. x2ന്റെ ടേം ഉണ്ട് 10 എഴുതി. x3 ആണ് ഇല്ലാത്തത്, അപ്പൊ അതിന് വരെ 0 കൊടുത്തു. ഇവിടെ യു ഇൻപുട്ട് ടേം ഒന്നും ഇല്ല, അതാണ് ഞാൻ ഡി മെട്രിക്സ് പ്ലസ് ഡി മെട്രിക്സ് എഴുതാത്തത്. ഇത് എന്തൊക്കെയാ അത് മനസ്സിലായോ? അത് Yes, sir. എന്താ ചെയ്ത ഔട്ട്പുട്ട് ഇക്വേഷൻ കാണാൻ വേണ്ടിട്ട്? എന്താ ചെയ്ത? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻവേഴ്സ് എടുത്തു. ഇൻവേഴ്സ് എടുത്തിട്ട് നമ്മൾ അവിടെ അസൈൻ ചെയ്ത് സ്റ്റേറ്റ് വേരിയബിൾസ് പുതുതായിട്ട് അസൈൻ ചെയ്യേണ്ടി ഒന്നുമില്ല. നമ്മൾ നേരത്തെ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതങ്ങ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മനസ്സിലായെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മനസ്സിലായി സർ. ഇനി കഴിഞ്ഞില്ല. ഇനി എന്തും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? Block diagram. ബ്ലോക്ക് ഡയഗ്രാം കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. 3 സ്റ്റേറ്റ് വേരിയബിൾ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? 3 ഇന്റഗ്രേറ്റർ വരയ്ക്കുക അല്ലേ? എങ്ങനെ വരയ്ക്കും? 3 ഇന്റഗ്രേറ്റർ 1 2 3 3 ഇന്റഗ്രേറ്റർ വരയ്ക്കുക. ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് Y. നിങ്ങൾ ആദ്യത്തെ നമ്മളിപ്പോ സ്റ്റേറ്റ് ഇക്വേഷൻ അല്ലേ, അതെ, അത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് വരച്ചു. ഇസഡിന്റെ അത് വെച്ചിട്ടൊന്ന് വരച്ചു നോക്കാം. അങ്ങനെയല്ല വരച്ചേക്കുന്ന? ഇല്ല. നേരത്തെ നമ്മൾ വരച്ചതുപോലെ തന്നെയാണ്. വൈ ഇപ്പൊ കൊടുക്കണ്ട, വൈ കൊടുക്കണ്ട. നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുത്തത്? എക്സ് ആയിട്ടാണ് എടുത്തത്, x1 ആയിട്ട് എടുത്തല്ലേ? അല്ലേ? അപ്പൊ ആ ഇന്റഗ്രേറ്ററിന്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? x1 ഡോട്ട് നമ്മൾ ഇവിടെ എന്തായിട്ടാണ് എടുത്തത്? x2. അപ്പൊ ആ ഇന്റഗ്രേറ്ററിന്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? x2 ഡോട്ട്. x2 ഡോട്ടിനെ നമ്മൾ എന്തായിട്ട് എടുത്തത്? x3. അപ്പൊ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? x3 ഡോട്ട്. ഇനി x3 ഡോട്ടിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിയാൽ മതി. x3 ഡോട്ടിന്റെ ഇക്വേഷൻ ഇവിടെ എന്തായിരുന്നു? u of t minus 4x3 minus 3x2. അപ്പൊ ഒരു u of t വേണം. ഞാനപ്പോ ഇവിടെ ഒരു u of t എടുത്തു. 3 u of t എടുത്തു. u of t എടുത്തു. ഒരു സമ്മേഷൻ പ്ലസ് എന്തൊക്കെയാ വേണ്ടത്? x3 എന്നൊരു 4 വേണം, x3 എന്നൊരു 4 വേണം. x3 എന്ന് പറയുമ്പോൾ എവിടെയാണ് അല്ലേ? അവിടെ നിന്നൊരു 4. അത് ഞാൻ 4 എടുത്തിടാം. 4 എടുത്തിട്ടോ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4x3 അല്ലേ? ഇനി അടുത്ത് x2 എന്ന് വേണം. x2 എന്ന് പറയുമ്പോൾ എവിടെ? അവിടെ നിന്ന് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടുന്ന ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 3x2. ഞാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ നിന്ന് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ. പോസിറ്റീവ് വാല്യൂ, അതായത് 4x3 പ്ലസ് 3x2 ആണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അതുകൊണ്ട് ഇവിടെ മൈനസ് ചെയ്യുവാണ്. മൈനസ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? x3യുടെ ഇക്വേഷൻ കിട്ടും.
ഇനി ഇതിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷനും കൂടി കാണിക്കണം. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 10x2 plus 40x. x2 plus y of 10x2 plus 40x1. 40x1. അപ്പൊ ഇതിന് x1 എവിടെ ഉണ്ട്? അവിടെ ഞാൻ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടുമോ? 40x1 എന്ന് പറഞ്ഞു കിട്ടും അല്ലേ? ഇനി അടുത്ത് എനിക്ക് എന്ത് വേണം? 10x1. ഏ 10x1. 40x1. 10x2 അല്ലേ? ഇവിടെ നിന്ന് x2 വരുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്ന് ഈ ബ്ലോക്ക് വരയ്ക്കുമ്പോഴേ ആരും ഇടണേ, ആരുടെ മറക്കരുതേ. ഇങ്ങനെ ആരും ഇടുക എല്ലാത്തിലും, അല്ലെങ്കിൽ ആ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് പോകും. അപ്പൊ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? 10x2. അതിന്റെ കൂടെ ആഡ് ചെയ്താ പോരെ? അപ്പൊ എന്ത് കിട്ടും? പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടണം, പ്ലസ്. അപ്പൊ എന്ത് കിട്ടും? ഔട്ട്പുട്ട് y. അപ്പൊ ബ്ലോക്ക് ഡയഗ്രാം ഈസി അല്ലേ വരയ്ക്കാൻ? അപ്പൊ എത്ര സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടോ അത്ര ഇന്റഗ്രേറ്റർ വരയ്ക്കാം. അവസാനത്തെ ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിട്ട് എടുക്കുക? ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ എടുക്കുക, പിന്നെ തൊട്ട് മുമ്പേയുള്ള ഓരോന്നും ഔട്ട്പുട്ട് ഇൻപുട്ടും ആയിട്ട് അങ്ങ് എഴുതി പോവുക. എന്നിട്ട് x3 ഡോട്ട് വരുമ്പോൾ 3 സ്റ്റേറ്റ് വേരിയബിൾ ആണെങ്കിൽ x3 ഡോട്ട് വരുമ്പോൾ ആ x3 ഡോട്ടിനെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കുക, വരച്ച് കാണിക്കുക. ഇക്വേഷൻ വെച്ചിട്ട് വരച്ച് കാണിക്കുക, എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ വരച്ച് കാണിക്കുക. ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തൊക്കെ ആവശ്യം, നമുക്ക് x1 x2 x3 ഒക്കെ അവൈലബിൾ ആണ്. എന്തൊക്കെ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കാണിക്കും. ഓക്കെ അല്ലേ? സാർ അന്ന് നമ്മൾ വരച്ചപ്പോ ഔട്ട്പുട്ട് ഇക്വേഷൻ വരച്ചായിരുന്നോ? ഔട്ട്പുട്ട് ഇക്വേഷൻ വരച്ചില്ലായിരുന്നു. ആദ്യം തന്നെ ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആയിരുന്നത് y = x1 ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ അവിടെ അസൈൻ ചെയ്ത് x1 = y എന്ന് പറഞ്ഞിട്ടാണ്. x1 തന്നെയാണ് y, അത് തന്നെയാണ് ഔട്ട്പുട്ട്. മനസ്സിലായി. ഇവിടെ ഔട്ട്പുട്ടിന് ഒരു ഇക്വേഷൻ വന്നു, ഡിഫറെന്റ് ആയിട്ട് ഒരു ഇക്വേഷൻ വന്നു, അതുകൊണ്ടാ. ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിലാണ് ഔട്ട്പുട്ടിന് ഒരു ഇക്വേഷൻ വരുന്നത്. ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ എന്താണ്? ആ ഔട്ട്പുട്ട് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റത് മനസ്സിലായെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് ചെയ്യാം. എന്ത് ചെയ്യണം? ഫസ്റ്റ് y of x divided by z of x is equal to എന്തായിട്ട് എടുക്കുക? എന്തായിട്ട് എടുക്കണം? 4x plus 1. 4x plus 1 ആയിട്ട് എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഔട്ട്പുട്ട് ഇക്വേഷൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഇക്വേഷൻ അടുത്ത z of x divided by u of x, അത് എന്തായിട്ട് എടുക്കണം? 1 by s square 2x. ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെ കാണണം? സാധാരണ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിന്റെ ഓർഡർ നോക്കിയിട്ട് സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ രണ്ട് സ്റ്റേറ്റ് വേരിയബിളിൽ നമുക്ക് എന്താണ് x1 ഡോട്ടും x2 ഡോട്ടും കിട്ടും. നമുക്ക് x3 ഡോട്ട് കാണണം. x3 ഡോട്ട് കാണാൻ വേണ്ടിയിട്ട് എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിന്ന് x3 ഡോട്ടാ. അവിടെ നമ്മൾ ഓരോ ഡിഫറൻഷ്യൽ ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്താ ഈ സ്റ്റേറ്റ് വേരിയബിൾ കൊണ്ട് വേണം റീപ്ലേസ് ചെയ്യാൻ. ഇപ്പൊ dx/dt എന്ന് പറഞ്ഞിട്ട് x2 ഡോട്ടോ അങ്ങനെ കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്, കേട്ടല്ലോ? x1 ഡോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്. അതിന് പകരമുള്ള സ്റ്റേറ്റ് വാരിയബിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ കൊണ്ടിട്ട് വേണം റീപ്ലേസ് ചെയ്യാൻ. ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെയാ കാണാം? ഔട്ട്പുട്ട് ഇക്വേഷൻ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, y of z എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും, അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. അതിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് അവിടെ നമ്മൾ പ്രത്യേകിച്ച് സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യണമെന്ന് വേണ്ട, മുന്നേ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് ബ്ലോക്ക് ഡയഗ്രാം ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ മാത്രം വരച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് മതി? ഔട്ട്പുട്ട് ഇക്വേഷനും സ്റ്റേറ്റ് ഇക്വേഷനും മതി. ഓക്കെ, ഇതിൽ സ്റ്റേറ്റ് മോഡൽ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ് ഇക്വേഷൻ മാത്രം എഴുതി വെക്കരുത്, സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും എഴുതണം. കാരണം നമ്മൾ അവിടെ ഫസ്റ്റ് നമ്മൾ ന്യൂമറേറ്റർ 1 ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് y ആയിട്ട് അസൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ആ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതി വയ്ക്കും. രണ്ടാമത് എടുത്ത് എഴുതത്തില്ല. y എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് എഴുതണം. y = 1
0 0 ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് എഴുതണം. അതായത് എങ്ങനെ CX + DU എന്ന് പറഞ്ഞാൽ ആ ഫോമിലേക്ക് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. X1 X2 X3 എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ചെയ്ത് നോക്കുമല്ലോ നിങ്ങൾ. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇനി അടുത്ത ടോപ്പിക്ക് ഇതൊക്കെ മനസ്സിലാക്കി പോവുക. എന്നിട്ട് ഇന്ന് തന്നെ ഒന്ന് നോക്കിയിട്ട് വേണം കിടക്കാൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു കനോണിക്കൽ സ്റ്റേറ്റ് മോഡൽ. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നേക്കാണ്. നമുക്ക് കനോണിക്കൽ ഫോമിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. പാർഷ്യൽ ഫ്രാക്ഷൻ വഴിക്ക് ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് A/S + A + B/S + B അങ്ങനത്തെ ആ ഒരു ഫോമിലേക്ക് മാറ്റണം. അതായത് ഈ ഒരു ഫോമിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. അത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ഫോമിലേക്ക് മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. സാർ ഇത് നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത മോഡലിൽ ചെയ്യാൻ പറ്റൂലേ? ഇത് കനോണിക്കൽ ഫോമിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ DSPയിൽ പഠിച്ചിട്ടുണ്ടാവും. കനോണിക്കൽ ഫോം, പാരലൽ ഫോം, ഡയറക്റ്റ് ഫോം അങ്ങനെയൊക്കെ പഠിച്ചില്ലേ? പഠിച്ചു സർ. സർ ഈ ക്വസ്റ്റ്യൻ എഴുതട്ടെ? ക്വസ്റ്റ്യൻ എഴുത്. ഈസിയാണിത്. ഇതുവരെയ്ക്ക് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് നോക്കിപ്പോവാം. ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നതേ KTU അല്ല, കേരളയാണ്. ഇങ്ങനെ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയതുകൊണ്ട് നമുക്ക് വീഴണ്ട. അതുകൊണ്ടാ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് ഇത് ഇത്ര എഴുതി വെക്കാം. A/S + 2 + B/S + 3 + C/S + 4 അത് ഇത്രയും എഴുതി വെക്കാം. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് പിന്നെ കണ്ടുപിടിക്കാം. ഇത്രയും എഴുതിയിട്ട് പറയാം. കനോണിക്കൽ ഫോമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ. നമ്മൾ ബോർഡേ പ്ലോട്ട്, ആക്യൂസ് പ്ലോട്ടിലൊക്കെ നമ്മൾ എന്താ പറയാ G(S) ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന് നമ്മൾ എന്താ ആദ്യം കണ്ടുപിടിച്ചത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 1+SG ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ 1+SG ഫോമിലേക്ക് ആക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ S ഔട്ട്സൈഡ് എടുക്കാണ്. അപ്പൊ എന്താ കിട്ടുന്നത്? 1+2/S. അതല്ല ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ S ഔട്ട്സൈഡ് എടുക്കാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് S ഔട്ട്സൈഡ് എടുക്കാം. S ഔട്ട്സൈഡ് എടുക്കുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത്? 1/X × 2 ഇങ്ങനെ എഴുതിക്കൂടെ? ഈ S
നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ എഴുതാം? ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ എഴുതാം? 1 by s. 1 by s divided by 1 plus 1 by s into 2. G by 1 plus gh ഫോർമുല ആയില്ലേ? Yes. G എന്ന് പറയുമ്പോൾ എന്താണ്? 1 by s. G എന്ന് പറയുമ്പോൾ 1 by s. h എന്ന് പറയുമ്പോൾ എന്താണ്? 2. ഈ g by 1 plus gh എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ക്ലോസ് ലൂപ്പ് അല്ലെ? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എങ്ങനെയാ? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? G അല്ലേ? Yes. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ എന്ത് വരും? 2. h ആണ് ഇവിടെ വരുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ G എന്ന് പറയുമ്പോൾ എന്താടോ? 1 by s. h എന്ന് പറയുമ്പോൾ എന്താടോ? 2. ഇത് ഞാൻ ഏതിനെ ഇംപ്ലിമെന്റ് ചെയ്തത്? 1 by s plus 2നെയാണ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ 1 by x plus 3നെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? 1 by s ഉം 3 ആവും. 1 by s ഉം 3 ആവും. അതുപോലെ 1 by x plus 4നെയോ? 1 by s ഉം 4 ആകും. 4 ആകും. അപ്പം 1 by s plus a ആണെങ്കിൽ എങ്ങനെയാവും? സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 1 by s plus a ആണെങ്കിൽ g എന്ന് പറയുന്നത് 1 by s ഉം h എന്ന് പറയുന്നത് എന്തും ആയിരിക്കും? എയും ആയിരിക്കും. ഇനി നിങ്ങൾ അത് കണ്ടുപിടിക്കുക. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അറിയാലോ ഞാൻ പറയണോ അത്? പാർഷ്യൽ ഫ്രാക്ഷൻ. എയുടെ വാല്യൂ 3 കിട്ടും. നോക്കാം. ABC കണ്ടുപിടിച്ചോ? Yes sir. അത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A B C അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഞാൻ എവിടെ എഴുതി വെച്ചേക്കുന്നത്. എവിടെ എഴുതി വെച്ചേക്കുന്നത്.
അതിന്ന് y ഓഫ് എക്സ് എന്താണെന്ന് എഴുതാം. അപ്പൊ യു ഓഫ് എക്സ് ഓരോ ടേമിലും എടുത്തെഴുതി. യു ഓഫ് എക്സ്, യു ഓഫ് എക്സ്, യു ഓഫ് എക്സ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. യു ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻപുട്ട് ആണ് അല്ലേ? അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതണമെന്നില്ല. ഇതിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുക. യു ഓഫ് എക്സ് ഇൻപുട്ട് ആണ്. നമ്മൾ അവിടെ എന്തായിരുന്നു? നമ്മളെ G1+GH ആ മോഡലിൽ എന്തായിരുന്നു? ആർ ഓഫ് എസ്, ആർ ഓഫ് എക്സ് ഒരു സമ്മേഷൻ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തത് അല്ലേ? പ്ലസ് മൈനസ് ജി എച്ച്. ഓക്കെ അല്ലേ? ആദ്യം ഇതിനെ ആ ഒരു ഫോമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ G/1+GH ഫോമിലേക്ക് ഇതിനെ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിനെ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാം. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുതരാം. ഒന്നിന് താഴെ ഒന്നായിട്ട് കണ്ടോ? ഇത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് എന്താണ്? 1/s+2 നേരത്തെ പറഞ്ഞ രീതിക്ക്. ഇത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് 1/s+3. ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് 1/s+4. നമ്മൾ എല്ലാത്തിലും കോമൺ ഇൻപുട്ട് ആണ് വരുന്ന യു ഓഫ് എക്സ്. അതാണ് ഇൻപുട്ട് കോമൺ ആക്കിയത്. എല്ലാത്തിലും യു ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കോമൺ ഇൻപുട്ട് വരുന്നുണ്ട്. അത് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ടൈമിലും യു ഓഫ് എക്സ് തന്നെ ഇൻപുട്ട്, സെക്കൻഡ് ടൈമിലും യു ഓഫ് എക്സ്, തേർഡ് ടൈമിലും ഇൻപുട്ട് യു ഓഫ് എക്സ് തന്നെയാണ്. ഇനി ഈ 1/s എന്ന് പറഞ്ഞാൽ എന്തായാലും ആക്ച്വലി 1/s എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റർ ആണ് കേട്ടോ. 1/s എന്ന് പറയുമ്പം ഇന്റഗ്രേറ്റർ ആണ്. 1/s എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റർ ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ആ ഇന്റഗ്രേറ്ററിന്റെ ആ ഔട്ട്പുട്ട് x1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വേരിയബിൾ ആക്കുവാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്തായിരിക്കടോ? x1 ഡോട്ട്. സെക്കൻഡ് ഇന്റഗ്രേറ്റർ അതിന്റെ ഔട്ട്പുട്ട് x2 ആക്കുവാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ x2 ഡോട്ട്. ഇനി അടുത്ത് തേർഡ് ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് x3 ആണെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ x3 ഡോട്ട്. നമ്മുടെ y എന്ന് പറയുമ്പോൾ എന്താണ്? വൈയുടെ ഇക്വേഷൻ എഴുതുക. y എന്ന് പറയുമ്പോൾ 3 × 1/s+2 × u of x minus 4 × 1/x+3 × u of x plus 1/s+4 × u of x. നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ എന്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇവിടെ നമ്മൾ ഈ 1/s+2 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ സെക്കൻഡ് ടൈമിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? -4. തേർഡ് ടൈമിന്റെ കൂടെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. 1 ആണ് അല്ലേ? 1 ആണ്. നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. ഒന്നും എഴുതിയില്ലെങ്കിൽ അവിടെ 1 തന്നെയാണ്. അപ്പൊ ഇവിടെ 1 തന്നെയാണ്. അപ്പം അതെടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? y of x. ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ 1/s+a എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം കാനോണിക്കൽ ഫോർമുല, അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി ആ ABCD ആ കോൺസ്റ്റൻസ് ഒക്കെയാണ് ഇവിടുത്തെ ഗെയിൻ ആയിട്ട് മാറുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ 1/s എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റർ ആണ്. അപ്പം ഇങ്ങനെ 4 ടേംസ് ഉണ്ടെങ്കിൽ ഒരു ബ്ലോക്ക്, ഇങ്ങനത്തെ ഒരു ബ്ലോക്കും കൂടി വന്നേനെ. ഓക്കെ, ഇവിടെ എത്ര ടേംസ് ഉണ്ടോ അത്രയും ഇന്റഗ്രേറ്റർ ഉണ്ടാവും. ഇവിടെ 3 ടേംസേ ഉള്ളൂ. അപ്പൊ 3 ഇന്റഗ്രേറ്റർ വരയ്ക്കുക. ആ ഇന്റഗ്രേറ്റർ വരയ്ക്കുന്നത് ആ ഒരു ബ്ലോക്കും കൂടി കമ്പൈൻ ചെയ്ത് ഒന്നിന് താഴെ ഒന്നായിട്ട് വരയ്ക്കണം.
ഈസി അല്ലേ ഇത്? Yes, sir. റോൾ നമ്പർ 5 യെസ് സാർ, ഈസി ആണ്. എഴുതി കഴിഞ്ഞോ? യെസ്. ഒന്ന് നോക്കുക നിങ്ങള്. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ല, അതിന് മുമ്പ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് മോഡൽ അത് ഒന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ് കൺട്രോളബിലിറ്റി, അബ്സർവബിലിറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് അങ്ങ് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത് കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. ഫോർ ദി സിസ്റ്റം റെപ്രസെന്റഡ് ബൈ സ്റ്റേറ്റ് ഇക്വേഷൻ. ആ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്, അതിന് മുന്നേ എന്താണ് നോക്കട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് വരച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇനി കഴിഞ്ഞില്ല. ഇത് സ്റ്റേറ്റ് ഇക്വേഷൻ, ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതണം. സ്റ്റേറ്റ് ഇക്വേഷൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? x1 ഡോട്ട് വേണം അല്ലേ? x1 ഡോട്ട് വേണം. x1 ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റും. x1 ഡോട്ട് ഇതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. x1 ഡോട്ട് എന്താണ്? പെട്ടെന്ന് പറയൂ. -2. പെട്ടെന്ന് പറയൂ. x1 ഡോട്ട് ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് x1 ആണ്. അപ്പൊ ഇതെന്താണ്? 2x1. പറയൂ. 2x1 പ്ലസ് u of x മൈനസ് 2x1. അടുത്ത x2 ഡോട്ട് ഇൻഡിക്കേഷൻ പറയൂ. x2 ഡോട്ട് ഇൻഡിക്കേഷൻ U of t എന്ന് പറഞ്ഞതാ. അടുത്ത പറയൂ. U of t minus 3x2. അടുത്ത x3 ഡോട്ട് ഇൻഡിക്കേഷൻ പറയൂ. x3 ഡോട്ട് ഇൻഡിക്കേഷൻ U of t minus 4. u of t minus 4x3. ഇതിന്റെ മെട്രിക്സ് ഫോമിലേക്ക് ഏതാലോ? Yes, sir. എങ്ങനെ എഴുതും? x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് ഈക്വൽ ടു -2 0 0 -2 0 0. അടുത്ത് 0 -3 0 0 -3 0 0 0 -4 into x1 x2 x3 x1 എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. x1 x2 x3 plus x3 plus 1 1 1 u of t 1 1 1 u എന്ന് പറഞ്ഞിട്ടാൽ മതി, അല്ലെങ്കിൽ u of t. ഇനി അടുത്ത ഔട്ട്പുട്ട് ഇക്വേഷൻ പറയും. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയും y equal to 3x1 minus 4 x2 plus x2. x3. ഞാൻ കാണിച്ചാൽ മതി, എനിക്ക് കൈ വേദന എടുക്കുന്നു. കാണിച്ചാൽ മതി സർ. ഈ ഇക്വേഷൻ ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. എങ്ങനെയാന്ന് വെച്ചാല് ദ ഔട്ട്പുട്ട് y of t equal to 3 into x1 plus minus 4 into x2 plus x3 അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇനി
നമുക്ക് മെട്രിക്സ് ഫോം ചെയ്യാലോ. ഔട്ട്പുട്ട് ഇക്വേഷന്റെ എങ്ങനെ എഴുതും? y ഈക്വൽ ടു 3 മൈനസ് 4 1. ഇനി എന്താണ്? x1 x2 x3. ഇവിടെ ഡി മെട്രിക്സ് ഉണ്ടാവോ? ഇല്ല. അപ്പം ഇത് സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും ആ കനോണിക്കൽ ഡയഗ്രാമിൽ നിന്ന് എടുത്തെഴുതണം കേട്ടോ. അത് പറയാൻ മറന്നുപോയി. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. എന്താ? സിസ്റ്റം മെട്രിക്സും വേണം, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സും വേണം. ഞാൻ ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ നമ്മൾ നോക്കിയായിരുന്നു. അവിടെ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ നമ്മൾ നോക്കിയായിരുന്നു. എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്? എക്സ് ഓഫ് ടി ഈക്വൽ ടു, ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയില്ല, എക്സ് ഓഫ് ടി ഈക്വൽ ടു ഫൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് എസ്, ഫൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് എക്സ് ആണോ? ഫൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് 0. ഇതിലെ ഫൈ ഓഫ് ടി അല്ലെങ്കിൽ ഇ റൈസ് ടു എ ടി ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പൊ ഞാൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഞാൻ ഇ റൈസ് ടു എ ടി ഞാൻ ചുമ്മാ ഒന്ന് അസ്യൂം ചെയ്തെടുക്കുവാണ്. E11 E12 ഒരു E21 E22 ചുമ്മാ അങ്ങ് അസ്യൂം ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഞാൻ എക്സ് ഓഫ് ടി അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 അതായത് ഈ എക്സ് ഓഫ് 0 E1 - 2 ആണെങ്കിൽ ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. അതെങ്ങനെ എഴുതാം നമുക്ക്? ശ്രദ്ധിക്കുക, എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, എക്സ് ഓഫ് ടി ഈ ഒരു ഇൻപുട്ടിൽ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താ? ഇ റേസ് ടു മൈനസ് 2t minus 2 e raised to minus 2t ഈക്വൽ ടു ഫൈ ഓഫ് ടി ഞാൻ ഒന്ന് അസ്യൂം ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മെട്രിക്സ്. എന്താണ്? E11 E12 E21 E22 ഇൻറ്റു എക്സ് ഓഫ് 0 നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 1 മൈനസ് 2. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഇക്വേഷൻ കൊണ്ടുവരിക. രണ്ട് ഇക്വേഷൻ കിട്ടും അവിടെ. ഇനി അടുത്തൊരു ഇൻപുട്ട് തന്നിട്ടുണ്ട്. എന്താണ്? ഈ ഒരു ഇൻപുട്ട് അല്ലെ? എക്സ് ഓഫ് 0 ഇത് ആവുമ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ? എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇ റൈസ് ടു മൈനസ് ടി ഇ റൈസ് ടു മൈനസ് ടി ഈക്വൽ ടു E11 E12 E21 E22 ഇൻറ്റു അപ്പോഴുള്ള ഇൻപുട്ട് എന്താണ്? 1 മൈനസ് 1. ഇത് രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 ഇക്വേഷൻസ് അല്ല, 4 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് കിട്ടും അല്ലേ? അത്രയും ചെയ്യാം. പെട്ടെന്ന് ചെയ്യണേ. ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ല. ജസ്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഒന്നുമില്ല. സമയമൊന്നും അധികം എടുക്കത്തില്ല, പെട്ടെന്ന് ചെയ്യാതെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്താ ചെയ്തതെന്നുള്ള കാര്യം?
നമുക്ക് സൊല്യൂഷൻ നമുക്കറിയാം എക്സ് ഓഫ് ടി ഈക്വൽ ടു സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഇൻറ്റു എക്സ് ഓഫ് സീറോ. നമുക്കൊരു പർട്ടിക്കുലർ ഇൻപുട്ടിന് എന്താ പറയാ ഒരു ഇൻപുട്ടിന് ഒരു എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. ആ ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഇക്വേഷൻ മെട്രിക്സ് ഒക്കെ എഴുതി ആ സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. മെലൻ മനസ്സിലായോ? യെസ് സാർ. ആണെങ്കിൽ പറയാം. ഇല്ല, മനസ്സിലായി. സൂര്യ? യെസ് സർ, മനസ്സിലായി. എങ്കിൽ പെട്ടെന്ന് ചെയ്യും. ഇന്ന് ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ വിടത്തുള്ളേ, 5th മോഡ്യൂൾ. ഓക്കെ സർ. ഇങ്ങനെ 2 ഇക്വേഷൻ കിട്ടുമോ നോക്കിക്കേ. ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. Yes, sir. കിട്ടിയോ? അതുപോലെ സെക്കൻഡ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കേ. എല്ലാവർക്കും കിട്ടിയോ ഇങ്ങനെ 2 ഇക്വേഷൻ? കിട്ടി സർ, കിട്ടി. വൈഷ്ണവി? കിട്ടി സർ. 2 വൈഷ്ണവിയും കിട്ടിയോ? ഒരു വൈഷ്ണവി ആബ്സെന്റ് ആണോ? പ്രസന്റ് ആണ്. ഇല്ല സർ, കിട്ടി. ഓക്കെ. ഞാൻ അടുത്ത ഇൻപുട്ടിന് 2 ഇക്വേഷൻ കിട്ടും. നാല് ഇക്വേഷൻസ് അങ്ങനെ കിട്ടും. നാല് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പറയാം. കിട്ടി സർ. ഇതിൽ ഏതൊക്കെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് E11 E12 എലമെന്റ്സ് കിട്ടുക? രണ്ടിലെ ആദ്യത്തെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പം എനിക്ക് E11ഉം എന്ത് കിട്ടും? E12ഉം കിട്ടും. ഇനി സെക്കൻഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും എനിക്ക് സോൾവ് ചെയ്യുമ്പം എന്ത് കിട്ടും? E21ഉം E22ഉം കിട്ടും. അത് കണ്ടുപിടിക്കാലോ സോൾവ് ചെയ്തിട്ട്? പെട്ടെന്ന് കണ്ടുപിടിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, +2 പഠിക്കുന്നതാണ്. ഇങ്ങനെ അല്ല, ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ 10th +2 പഠിക്കുന്നതല്ലേ? അപ്പൊ പെട്ടെന്ന് ചെയ്യാം. അടുത്ത ഇലക്ട്രിക്കൽ സർക്യൂട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. ഒന്ന് പെട്ടെന്ന് ചെയ്തു പോവുക. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, വെറുതെ സമയം കളയണ്ട.
കിട്ടിയോ? സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് കിട്ടി സർ. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് കിട്ടിയോ? കിട്ടി സർ. ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് SI minus A SI minus A the whole inverse. the whole inverse. ഈ SI minus A ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതെന്ന് പറയുമ്പോൾ phi of t equal to phi of t. ഇനി SI minus A എന്ന് പറയുമ്പോൾ ലാപ്ലേസ് ഓഫ് phi of t അല്ലേ? Yes. ഈ L ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ ലാപ്ലേസ് ആവും. ലാപ്ലേസ് ഓഫ് phi of t. അപ്പൊ ഇതിന്റെ ലാപ്ലേസ് ഓഫ് phi of t. ഈ ലാപ്ലേസ് ഓഫ് phi of t എന്ന് പറയുമ്പോൾ എന്താണ്? phi of പറയൂ. ഇതൊക്കെ phi of x. അതിനെന്താ പറയുന്ന? phi of x നെ എന്ത് മെട്രിക്സ് എന്നാ പറയുന്ന? സ്റ്റേറ്റ് ട്രാൻസിഷൻ. ഓ, Reluctant matrix. phi of x ന് എന്തെന്നാ പറയുന്നത്? റിലക്റ്റന്റ് മെട്രിക്സ്. അത് ഞാൻ പറഞ്ഞില്ലേ? ഈ വരുൺ എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന്. സോറി മാറിപ്പോരുത്. phi of t ആണ് എന്തെന്ന് പറയുന്ന സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. അതിന്റെ ലാപ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്? റിലക്റ്റന്റ് മെട്രിക്സ്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? SI minus A കിട്ടും. SI minus A ഇൻവേഴ്സ് കിട്ടും. ഈ SI minus A ഇൻവേഴ്സിന് എന്ത് മെട്രിക്സ് എന്നാ പറയുന്നത്? അതാണ് ഈ phi of x റിലക്റ്റന്റ് മെട്രിക്സ്. അത് കണ്ടുപിടിക്കുക. ഓരോന്നിന്റെ നമുക്ക് ഇൻവേഴ്സ് ചെയ്യാം. 2 into e raised to minus t. e raised to minus t ന്റെ ഇൻവേഴ്സ് എന്താ? 1 by s plus 1 മൈനസ് ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1 by s plus 2. ഓരോ ടേമിന്റെയും എഴുതുക. ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം ഇങ്ങനെ കിട്ടും, തേർഡ് ഇങ്ങനെ, ഫോർത്ത് ഇങ്ങനെ. LCM എടുത്ത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കുവാണിത്. ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചെയ്തോണ്ടാണ്. നോക്കാം, ഇവിടെ നോക്കാം. ഓക്കെ, SI minus A ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ SI minus A കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? SI minus A ഇൻവേഴ്സിന്റെ ആണ് ഇത് കിടക്കുന്നത്, അതായത് ഇത് എഴുതി വെച്ചേക്കുന്നത്. എന്ത് ചെയ്യണം? ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഡ്ജ് A ബൈ ഡിറ്റർമിനന്റ് A. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാം. E2 cross 2 മെട്രിക്സ് ആണെങ്കിൽ അഡ്ജ് എഴുതാനും നിങ്ങൾക്ക് അറിയാം. അത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? SI minus A കിട്ടും. SI എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? SI minus A എന്ന് പറയുമ്പം ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും. നമുക്ക് A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? SI മൈനസ് ആ കിട്ടിയ മെട്രിക്സ് അല്ലേ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A കിട്ടും. അതൊന്ന് ചെയ്തു നോക്കാം. കാര്യം മനസ്സിലാക്കി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്താ? ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മോഡൽ കണ്ടുപിടിക്കാൻ. ഇത് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ഇത് ജസ്റ്റ് കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, ഇമ്പോർട്ടന്റ് ആണ്. നോക്കി പോവാം, ഈസി അല്ലേ, ഒന്ന് മനസ്സിലാക്കി പോവാം. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇത് വിട്ടിട്ട് എല്ലാം ബാക്കിയെല്ലാം പഠിക്കും. എക്സാമിന് ചോദിക്കുവാണെങ്കിൽ എന്നെ അവിടെ ഇരുന്നിട്ട് ചീത്ത വിളിക്കും. മനസ്സിലായോ? അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാമോ? അത് ശ്രദ്ധിച്ചിരിക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്, എളുപ്പമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. നമുക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. ഇലക്ട്രിക്കൽ സിസ്റ്റം ഞാൻ പറയാം. ക്വസ്റ്റ്യൻ പോകട്ടെ.
ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റെപ്രസെന്റ് ദി ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ ഇൻ സ്റ്റേറ്റ് മോഡൽ ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ് വാല്യൂ. അത് അങ്ങനെ എഴുതണ്ട, ഞാൻ പറഞ്ഞുതരാം. സ്റ്റേറ്റ് സ്പേസ് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. സ്റ്റേറ്റ് സ്പേസ് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതാം. സ്റ്റേറ്റ് സ്പേസ് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇത് KTU ഡിസംബർ ഫസ്റ്റ് എക്സാം, അതായത് ഫസ്റ്റ് ബാച്ചിന്റെ എക്സാമിന് ചോദിച്ചാണ്, ഡിസംബർ 2018. ഞാൻ പറയട്ടെ Yes, sir. എന്താ ഈ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത്? നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? Output equation and State state equation. സ്റ്റേറ്റ് ഇക്വേഷനും കണ്ടുപിടിക്കണം, ഔട്ട്പുട്ട് ഇക്വേഷനും കണ്ടുപിടിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പേപ്പറിന്റെ സൈഡിൽ എങ്ങനെ എഴുതാം? എന്തെന്ന് എഴുതണം? നമുക്കറിയാന്നുള്ള ഇക്വേഷൻ ആണ്. ഇതെന്താ എഴുതിയിരിക്കുന്ന? ഒരു ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. നിങ്ങൾക്ക് അറിയാം, SNOST നിങ്ങൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ +2 നിങ്ങൾ പഠിക്കുന്നതാണ്. എന്താണ്? L/dIL/dt. ഈ IL എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഇൻഡക്ടറിൽ കൂടിയുള്ള കറണ്ട്. ഇനി അതുപോലെ ഒരു കപ്പാസിറ്ററിൽ കൂടിയുള്ള കറണ്ടിന്റെ ഇക്വേഷൻ IC = CdV/dt. dVc/dt. ഈ VC എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. രണ്ട് ഇക്വേഷൻ അറിയാലോ? Yes, sir. ഇവിടെ എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ്, ഈ സർക്യൂട്ടിൽ എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? കപ്പാസിറ്ററും ഇൻഡക്ടറും. അപ്പൊ ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും ആണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. റെസിസ്റ്റർ ഒന്നും എടുക്കത്തില്ല. ഏതൊക്കെയാണോ എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ്, ആ എലമെന്റ്സിനെയാണ് വേണ്ടിയിട്ട് എടുക്കുന്നത്? സ്റ്റേറ്റ് വേരിയബിൾസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇവിടെ എത്ര എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് ഉണ്ട്? 2. 2. അപ്പൊ എത്ര സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടാവും? 2 സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടാവും. ഇനി എപ്പോഴും ഇൻഡക്ടർ എന്ന് പറയുമ്പം കറണ്ട് ആയിരിക്കും നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നത്. കപ്പാസിറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? വോൾട്ടേജ് ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. ഇൻഡക്ടർ ആണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്? കറണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. കറണ്ട് IL, ഇൻഡക്ടറിൽ കൂടിയുള്ള കറണ്ട് IL. രണ്ട് കറണ്ട് ഉണ്ടെങ്കിൽ IL1 IL2 എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വേരിയബിൾസ് എടുക്കണം. X1 = IL1, X2 = IL2 എന്ന് പറഞ്ഞ് രണ്ട് ഇൻഡക്ടർ ഉണ്ടെങ്കിൽ, ഇപ്പം രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ വോൾട്ടേജ്. ഫസ്റ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് വേരിയബിൾ, ഇപ്പൊ ഞാൻ രണ്ട് ഇൻഡക്ടർ രണ്ട് കപ്പാസിറ്റർ ആണെങ്കിൽ ആദ്യം X1 = IL1 എടുത്തു, X2 = IL2 എന്ന് എടുത്തു, X3 = VC1 എന്ന് പറഞ്ഞെടുക്കണം, X4 = VC2 എന്ന് പറഞ്ഞെടുക്കണം. എപ്പോഴും കപ്പാസിറ്റർ വരുമ്പം വോൾട്ടേജ് ആയിരിക്കും സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. ഇൻഡക്ടർ വരുവാണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്? കറണ്ട്. അപ്പൊ ഇൻഡക്ടർ വരുമ്പം കറണ്ട് ആണ് സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. നമ്മളിവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത്? വോൾട്ടേജ് ആണ് എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ കപ്പാസിറ്റർ വരുമ്പം എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ എടുക്കേണ്ടത്? വോൾട്ടേജ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ കപ്പാസിറ്റർ കൂടിയുള്ള കറണ്ടിന്റെ ഇക്വേഷൻ എഴുതി വെച്ചു. ഇത് രണ്ടും നമ്മൾ ഏത് പ്രോബ്ലം കിട്ടിയാലും ആദ്യം ഇത് രണ്ടും എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റേറ്റ് വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യുന്നത് എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ടോ അത്രയും സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ 2. അപ്പം ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് ആയിരിക്കും സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. കപ്പാസിറ്റർ ആണെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും സ്റ്റേറ്റ് വേരിയബിൾ എടുക്കേണ്ടത്. ഇത്രയും കാര്യം അറിയാവോ? മനസ്സിലായോ? ഇത്രയും കാര്യം മെലൻ? മനസ്സിലായി. ഓക്കെ. ഫാസിലുണ്ടോ? ഇല്ലേ? ഇതിലുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട് സർ, മലന്റെ കൂടെ. മനസ്സിലായത് പറഞ്ഞ കാര്യം? ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഏത് പ്രോബ്ലം ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഏത് കിട്ടിയാലും ഫസ്റ്റ് ഇങ്ങനെയാ ചെയ്യേണ്ടതാ. ആദ്യം ഇൻഡക്ടർ X1 = ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ എടുക്കുവാണെങ്കിൽ, ഇൻഡക്ടർ ആണെങ്കിൽ എന്താ എടുക്കേണ്ടത്? കറണ്ട് IL.
അതിൽ കൂടിയുള്ള കറണ്ട് ഞാൻ സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുത്തു. ഇനി അടുത്ത കപ്പാസിറ്റർ X2, അതെന്തായിട്ട് എടുക്കേണ്ട? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് VC. ഇവിടെ VC എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? V0 തന്നെയാണ്. അത് അവിടെ നിന്നോട്ടെ. ഇനി നിങ്ങൾക്ക് തിരിച്ചെടുത്തൂടെ എന്ന് ചോദിക്കാം. X1 ഈസ് ഈക്വൽ ടു VCയും S2 ഈക്വൽ ടു IL എന്ന് പറഞ്ഞ എടുത്തൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. എന്താ ചോദിക്കാത്തത്? അങ്ങനെയും എടുക്കാം, തെറ്റില്ല കേട്ടോ. അപ്പൊ ലാസ്റ്റ് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരാളെന്ന് പറയുമ്പം ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ എടുത്തു, വേറൊരാൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ആ മെട്രിക്സിന്റെ റോയും കോളവും തമ്മിൽ അങ്ങ് മാറും. അത്ര മാത്രമേ ചേഞ്ച് ഉള്ളൂ. എലമെന്റ്സ് ഒക്കെ സെയിം എലമെന്റ്സ് തന്നെ കിട്ടും. റോയും കോളവും ഒക്കെ അങ്ങോട്ട്, റോയിലെ എലമെന്റ്സും കോളത്തിലെ എലമെന്റ്സ് അങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും സെയിം ആൻസർ കിട്ടണമെന്നില്ല, അത് മനസ്സിലാക്കണം. നിങ്ങൾ സ്റ്റേറ്റ് വേരിയബിൾ എടുക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിരിക്കും കിട്ടുന്നത്, ഉത്തരം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും സെയിം ആൻസർ കിട്ടണമെന്നില്ല ഇതില്. ഓക്കെ, തിരിച്ചെടുക്കുവാണെങ്കിൽ വേറെ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തു X1 X2. X1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വേരിയബിൾ ഞാൻ എന്തായിട്ട് എടുത്തു? ഇൻഡക്ടറിന് വേണ്ടിയിട്ടാണ് എടുത്ത. ആ ഇൻഡക്ടറിന്റെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കറണ്ടാ സെലക്ട് ചെയ്യുന്നത്, അതെടുത്തു. അതുപോലെ X2 എന്ന് പറയുമ്പോൾ കപ്പാസിറ്ററിന്റെ ആ സ്റ്റേറ്റ് വേരിയബിളിന് വേണ്ടി എടുത്തു. അതായത് ആ കപ്പാസിറ്റർ ആണെങ്കിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ്. ഇനി അടുത്ത് ഈ X1 ഡോട്ടിന്റെ ഇക്വേഷൻ എഴുതി വെക്കാം. X1 ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വൺ ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് അല്ലെ, DIL/dt. ഡൗട്ട് ഉണ്ടോ ഇതില്? അതുപോലെ X2 ഡോട്ട് എന്താണ്? DVC/dt. ഓക്കെ, ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ എന്തിന്റെ ഇക്വേഷൻ വേണോടോ? X1 ഡോട്ട് വേണം, പിന്നെന്ത് വേണം? X2 ഡോട്ട് വേണം, പിന്നെ X3 ഡോട്ട് ഉണ്ടോ? ഇല്ല, നമുക്ക് രണ്ട് സ്റ്റേറ്റ് വേരിയബിൾസേ ഉള്ളൂ. അപ്പൊ X1 ഡോട്ടിന്റെ ഇക്വേഷൻ വേണം. X1 ഡോട്ടിന്റെ ഇക്വേഷൻ ആണെങ്കിൽ എന്ത് ടേം അതിൽ വരണം? X1 ഡോട്ടിന്റെ ഇക്വേഷൻ ആണെങ്കിൽ DIL/dt എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ DIL/dt എന്ന് വരണം. ഈ DIL/dt എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആ സർക്യൂട്ടിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അപ്പൊ ഞാൻ ഈ KVL അപ്ലൈ ചെയ്യുവാണ്. ഇവിടെ ഈ IL(t) എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നത് അല്ലെ? സെയിം കറണ്ട് തന്നെ, സീരീസ് ആണെങ്കിൽ സെയിം കറണ്ടാ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവാണ്. VS of t ഈക്വൽ ടു R1 ഇൻറ്റു IL(t). അതാണ് IL(t) ഞാൻ അങ്ങനെ എഴുതുന്നില്ല, IL എന്ന് മാത്രം എഴുതി. R1 ഇൻറ്റു IL. ഇനി അടുത്ത് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് ആണ് നമ്മൾ എഴുതിയത്, R1 ഇൻറ്റു IL എന്ന് പറഞ്ഞിട്ടാ. ഇനി ഇതിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് L ഇൻറ്റു DIL/dt പ്ലസ് ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കപ്പാസിറ്റർ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? VC എന്ന് എഴുതിയാൽ മതി. അവിടെ നമുക്ക് VCക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതാൻ ഇക്വേഷൻ എഴുതാനൊന്നും പോകണ്ട. VC എന്ന് പറഞ്ഞ് എഴുതാൽ മതി. ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലോ ഈ റെസ്റ്റിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് അല്ലേ? അപ്പം ഇക്വേഷൻ എഴുതുമ്പം VS ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു IL പ്ലസ് L ഇൻറ്റു DIL/dt പ്ലസ് VC. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇനി നോക്കാം. VS ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു IL പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? X1. അടുത്ത L ഇൻറ്റു DIL/dt പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? X1 ബാർ. VCക്ക് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? X2. ഇനി എനിക്ക് എന്തിന്റെ ഇക്വേഷനാണ് വേണ്ടത്? X1 ഡോട്ടിന്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പൊ L ഇൻറ്റു X1 ഡോട്ടിന്റെ ഇക്വേഷൻ ആദ്യം എഴുതി. ഇത് അങ്ങോട്ട് പോകുമ്പോൾ -R1 X1
ഇത് അങ്ങോട്ട് പോകുമ്പോൾ -x2 പിന്നെ +vs. അത് ഇത് ഈ ടേം അവിടെ ഇട്ടിട്ട് ബാക്കിയൊക്കെ ഞാൻ എവിടെ കൊണ്ടുവന്നു? LHSലേക്ക് കൊണ്ടുവന്ന് ഒന്ന് അറേഞ്ച് ചെയ്തു. ഡോട്ടില്ലല്ലോ. ഇനി x1 ഡോട്ട് എന്ന് പറയുന്നത് ഈ L RHSലേക്ക് പോകുമ്പോൾ /L ആവും. അതുകൊണ്ട് /L എല്ലായിടത്തും ഇട്ടു. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇനി നമുക്ക് എന്തിന്റെ ഇക്വേഷൻ വേണം? x2 ഡോട്ടിന്റെ ഇക്വേഷൻ വേണം. x2 ഡോട്ടിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഇക്വേഷനിൽ? dvc/dt. ഈ dvc/dt നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? അപ്ലൈ ചെയ്യണം. dvc/dt എന്ന് പറയുമ്പോൾ IC അല്ലെ? IC എന്ന് പറയുമ്പോൾ KCL അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ നോഡില് KCL അപ്ലൈ ചെയ്യാം. ഈ നോഡില് KCL അപ്ലൈ ചെയ്യണം. ഈ VC എന്ന് പറഞ്ഞ ആ നോഡില് KCL അപ്ലൈ ചെയ്യാം. KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്യാണ്? എൻട്രി ചെയ്യാണ് അല്ലെ? എൻട്രിങ് കറണ്ട് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. -IL. ലീവിങ് കറണ്ട് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. എൻട്രിങ് കറണ്ട് ഈസ് ടേക്കൺ ആസ് എന്താണ്? നെഗറ്റീവ്. നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ. IL പ്ലസ് നമ്മൾ നോഡ് അസ്യൂം ചെയ്യുമ്പോൾ ആ നോഡിനെ എന്തായിട്ട് എടുക്കുക? ഹയർ പൊട്ടൻഷ്യൽ ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പറയൂ. VC/R. ഈ കറണ്ട് എഴുതി ഈ ബ്രാഞ്ചിൽ VC/R2 പഠിക്കുന്ന VC/R2. ഇനി അടുത്ത് ഈ കറണ്ട് പ്ലസ് DV അല്ല പ്ലസ് VC ddt. പ്ലസ് C ഇൻറ്റു dvc/dt. അതല്ലേ കറണ്ട് ത്രൂ കപ്പാസിറ്റർ എന്ന് പറയുന്നത്? ഈക്വൽ ടു 0. IL-ന് വരം എന്ത് കൊടുക്കുക? IL-ന് വരം x1 -x1. VC-ക്ക് വരം x2 1/R2 into x2 plus C into dvc/dt ക്ക് വരം dvc/dt ക്ക് വരം x2 dot is equal to 0. ഇന്ന് x2 ഡോട്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാലോ. cx2 ഡോട്ടിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? cx2 ഡോട്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x1 മൈനസ് 1/R2 x2. ഇനി x2 ഡോട്ടിന്റെ ഇക്വേഷൻ ഏതാണെങ്കിൽ ഇവിടുത്തെ C ഇവിടെ വരുമ്പോൾ 1/C ആവും. ഇവിടെ R2C ആവും. ഇങ്ങനെ കിട്ടിയോ? കിട്ടി സർ. ഇത് ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 ഉം മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം. 1 ഉം 2 ഉം മെട്രിക്സ് ഫോമിലേക്ക് എഴുതണം. അപ്പം x1 ഡോട്ട് x2 ഡോട്ട് എന്ന മെട്രിക്സ് എഴുതാം. പിന്നെ x1ന്റെ കോഎഫിഷ്യന്റ് എഴുതുക. ഫസ്റ്റ് ഇക്വേഷന്റെ S2ന്റെ കോഎഫിഷ്യന്റ് എഴുതാം. സെക്കൻഡ് ഇക്വേഷന്റെ x1 കോഎഫിഷ്യന്റ് എഴുതാം. x2 കോഎഫിഷ്യന്റ് ഇവിടെ എഴുതാം. ഇത് എഴുതാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്ന് നോക്കി എഴുതിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. 1 ഉം 2 മെട്രിക്സ് ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞു. ഈ x1 ഡോട്ടിലാണ് എന്തിന്റെ ഇക്വേഷൻ വരുന്നത്? VS-ന്റെ ഇക്വേഷൻ വരുന്നത്. അതാണ് അവിടെ VS-ന്റെ കോഎഫിഷ്യന്റ് 1/L. x2 ഡോട്ടില് VS ഇല്ല, അതിന് പകരം 0 കൊടുത്തു. മെട്രിക്സ് ഫോമിലേക്ക് എഴുതുന്നതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അതാണ്. ഇതെന്ത് ഇക്വേഷൻ ആണ്? സ്റ്റേറ്റിക് ഇക്വേഷൻ. ഇത് സ്റ്റേറ്റിക്. ഇനി നമുക്ക് എന്ത് വേണം? ഔട്ട്പുട്ട് ഇക്വേഷൻ. V0 is equal to എന്താണ്? VC അല്ലേ? V0 is equal to എന്താണ്? VC. V0 എന്ന് പറയുമ്പോൾ എന്താണ്?
V0 എന്ന് പറയുമ്പോൾ എന്താണ്? VC ആണ്. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. No, sir. VC-യുടെ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താണ്? X2 എന്ന് പറഞ്ഞിട്ട് അല്ലേ? നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ y = X2. ഇനി അതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുവാണ്. ഇവിടെ പറയാം, ഇവിടെ എത്ര സ്റ്റേറ്റ് വേരിയബിൾസ് ഉള്ളത്? 3. അപ്പം നമ്മൾ എനർജി സ്റ്റോറിംഗ് എലമെന്റ്സ് ആണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് എടുക്കേണ്ടത്. കപ്പാസിറ്റർ ആണെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾ എന്തായിരിക്കണം? വോൾട്ടേജ് ആണ് എടുക്കുന്നത്. പിന്നെ ഇൻഡക്ടർ ആണെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നത് എന്താണ്? കറണ്ട് ആണ്. അപ്പൊ ഞാൻ ആദ്യം 3 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്, അത് ഞാൻ X1, X2, X3 ആയിട്ട് എടുത്തു. ഇപ്പൊ ലാഗ് ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. X1 എന്ന് പറയുന്നത് ഞാൻ ഈ ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് എടുത്തു, VC1 ആയിട്ട് എടുത്തു. അടുത്ത് X2 എന്ന് പറയുന്ന സെക്കൻഡ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് VC2 എന്ന് പറഞ്ഞെടുത്തു. X3 എന്ന് പറയുമ്പോൾ ഈ ഇൻഡക്ടറിൽ കൂടിയുള്ള കറണ്ട് IL എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ആരും ഡൗട്ട് ഇല്ലല്ലോ? ഇനി X1 ഞാൻ ഓൺ ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പം X1 ഡോട്ട് ഈക്വൽ ടു dVC1/dt എന്ന് എഴുതി. അതുപോലെ X2നെയും ഓൺ ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തു. X2 ഡോട്ട് ഈസ് ഈക്വൽ ടു dVC2/dt എന്ന് എഴുതി. X3നെയാണ് ഞാൻ ഓൺ ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് DIL/dt. X3 ഡോട്ട് ഈസ് ഈക്വൽ ടു DIL/dt എന്ന് എഴുതി. ഡൗട്ട് ഉണ്ടോ? No, sir. ഇത് റെക്കോർഡ് ആവുന്നുണ്ടല്ലോ? ആവുന്നുണ്ടോ? ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? നമുക്ക് X1 ഡോട്ട് സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ X1 ഡോട്ടിന്റെ ഇക്വേഷൻ വേണം, X2 ഡോട്ട് വേണം, പിന്നെ എന്ത് വേണം? X3 ഡോട്ട് വേണം. അപ്പൊ X1 ഡോട്ട് വേണം. X1 ഡോട്ട് എന്ന് പറയുമ്പം dVC1/dt വേണം. ഒരു മിനിറ്റ് പോരാ. ഓക്കെ. അപ്പൊ dVC1/dt വേണം. dVC1/dt ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? IC1 വേണം അല്ലെ? dVC1/dt ആണെങ്കിൽ IC1 വേണം. അപ്പൊ IC1 വേണമെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതണമെന്ന് നോക്കാം. എന്ത് ഇക്വേഷൻ എഴുതണം? ഇവിടെ നമ്മള് KCL അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്തോ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ C1 വരുന്നത് എവിടെയാണ്? ഇവിടെ നമ്മൾ മെഷ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ കിട്ടുമോ? dVC1/dt ഇക്വേഷൻ കിട്ടുമോ? dVC1/dt ആണെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പൊ അതെന്ന് വെച്ചാൽ KCL അപ്ലൈ ചെയ്താൽ നമുക്ക് KCL അപ്ലൈ ചെയ്ത് മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പം ഫസ്റ്റ് നോഡില് KCL അപ്ലൈ ചെയ്യാൻ പോകും. മെലൻ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായി സാർ. അപ്പൊ ഇവിടെ ഞാൻ എന്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്? KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്ന നോഡ് എന്ന് പറയുമ്പോൾ അതിലെ പൊട്ടൻഷ്യൽ ഹയർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പൊ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ ഈ കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? VC മൈനസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് VC മൈനസ് E divided by R1 പ്ലസ് ഇനി ഈ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? IL ലീവിങ് കറണ്ട് ആണ്. അപ്പൊ പ്ലസ് IL. ഇനി അടുത്ത് എനിക്ക് ഈ കറണ്ട് വേണം. ഈ കറണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് ത്രൂ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് എഴുതുക. നമുക്ക് dVC/dt വേണം. അപ്പൊ എന്താ എഴുതേണ്ടത്? പ്ലസ് C1 dVC1/dt equal to 0. ഇനി നമുക്ക് ഓരോന്ന് റീപ്ലേസ് ചെയ്യാം. VCക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാണ്? VCക്ക് പകരം VC1 ആണ്. ഇവിടെ VC1 അല്ലേ ഇത്? VC1 പകരം എന്താ കൊടുക്കേണ്ടത്? X1. അപ്പൊ ഞാൻ അതിനെ സ്പ്ലിറ്റ് എഴുതാൻ പോവാണ്. 1/R1 into X1 പ്ലസ് അല്ല മൈനസ് അല്ലേ? മൈനസ് E/R1
ഇ ബൈ ആർ വൺ. ഇ ബൈ ആർ വൺ. ഐ എല്ലിന് വരെ എന്താ കൊടുക്കേണ്ടത്? ഐ എല്ലിന് വരം x3 x3 പ്ലസ് C1 dVC1 by dt ക്ക് വരെ എന്ത് കൊടുക്കണം? dVC1 by dt ക്ക് വരെ എന്ത് കൊടുക്കണം? x1 dot is equal to 0. ഇത് ഇന്ന് x1 ഡോട്ടിന്റെ ഇക്വേഷൻ പെട്ടെന്ന് എഴുതിക്കേ. x1 ഡോട്ടിന്റെ ഇക്വേഷൻ പെട്ടെന്ന് എഴുതാ. എഴുതി കഴിഞ്ഞോ? Yes, sir. ഇതെങ്ങനെ കിട്ടും നോക്കിയേ. ഇതെങ്ങനെ കിട്ടുന്നു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കിട്ടി. Kitti, sir. സൂര്യ കിട്ടിയോ? Yes, sir. Kitty. ഓക്കെ. ഇനി അടുത്ത് x1 ഡോട്ട് കിട്ടി. അടുത്ത് എനിക്ക് x2 ഡോട്ടിന്റെ ഇക്വേഷൻ വേണം. x2 ഡോട്ട് ആണെങ്കിൽ എന്ത് വേണം? dVC2 by dt ന്റെ ഇക്വേഷൻ വേണം. dVC2 by dt എന്ന് പറയുമ്പോൾ ഇക്വേഷൻ വരുന്നത് കറണ്ട് ആണ്. അപ്പൊ ഏത് നോഡിൽ എന്ത് അപ്ലൈ ചെയ്യണം? ഈ നോഡിൽ എന്ത് അപ്ലൈ ചെയ്യണം? KCL apply. ഈ നോഡിൽ എന്ത് അപ്ലൈ? KCL അപ്ലൈ ചെയ്യണം. KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഈ IL കറണ്ട് എൻട്രി ചെയ്യുവാണ്. എൻട്രിങ് കറണ്ട് ഈസ് ടേക്കൺ ആസ് Negative. എൻട്രിങ് കറണ്ട് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. മൈനസ് IL പ്ലസ് ഈ കറണ്ട്, ഈ കപ്പാസിറ്ററിന് C2 കൂടിയുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? C2 2 into dVC2 by dVC2 by dt പ്ലസ് ഈ കറണ്ട് ഇത് ഹയർ പൊട്ടൻഷ്യൽ ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0 ആണ്. VC2 മൈനസ് 0 ഡിവൈഡ് ബൈ R2 ആണ്. അതായത് VC2 by R2 ഈസ് ഈക്വൽ ടു എന്താണ്? 0. IL-ന് വരെ ഞാൻ എന്ത് കൊടുക്കുകയാണ്? IL-ന് വരം x3 പ്ലസ് C2 dVC2 by dt ക്ക് വരം x2 dot. dVC2 by dt x2 ഡോട്ട്. നമുക്ക് അതാ വേണ്ടത് കണ്ടുപിടിക്കേണ്ട. x2 ഡോട്ട് പ്ലസ് VC2 by R2. VC2 എന്താ കൊടുക്കേണ്ടത്? VC2 വരം x2 1 by R2 into x2 is equal to 0. നമ്മൾ എന്തിന്റെ ഇക്വേഷനാണ് വേണ്ടത്? x2 ഡോട്ടിന്റെ ഇക്വേഷൻ. പെട്ടെന്ന് എനിക്ക് x2 ഡോട്ടിന്റെ ഇക്വേഷൻ. S2 ഡോട്ട് ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയോ നോക്കിയേ. യെസ് സർ കിട്ടി. ഡൗട്ട് ഇല്ലല്ലോ ഇതില്? ഇല്ല. ഇനി നമുക്ക് എന്ത് വേണം? x3 ഡോട്ട് വേണം അല്ലേ? x3 ഡോട്ട് വേണമെങ്കിൽ എന്താ? x3 ഡോട്ട് ആണെങ്കിൽ എന്താ വേണ്ട? DIL by dt. DIL by dt ഇക്വേഷൻ വരുന്നത് എന്താണ്? വോൾട്ടേജ് ആണ് അല്ലെ? വോൾട്ടേജിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ആ ഇൻഡക്ടർ വരുന്ന ലൂപ്പിൽ എന്ത് അപ്ലൈ ചെയ്യണം? KVL അപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ KVL അപ്ലൈ ചെയ്യൂ. അപ്ലൈ ചെയ്യുമ്പോ എങ്ങനെ കിട്ടും? ഈ ഇതിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്താണ്? VC1 അല്ലെ? ഇത് പ്ലസ് മൈനസ് ആണ് അല്ലെ? ഈ വോൾട്ടേജ് ഈ C1 ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC1. VC1 ഈസ് ഈക്വൽ ടു പറയൂ, ഇക്വേഷൻ പറയൂ. L into DIL by എനിക്ക് KVL ഇക്വേഷൻ ഏതാ അറിയാവോ? അത് പറയണോ ഇനി? അത് പറയണോ? ആകാവുന്നുണ്ടോ? ഇല്ല.
ഇല്ല. നോക്കാം. ഞാൻ ഇത് പ്ലസ് ഇത് മൈനസ്, പൊളാരിറ്റി ആദ്യം ഇടുക. ഇത് പ്ലസ് ഇത് മൈനസ്, ഇത് പ്ലസ് ഇത് മൈനസ്. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഈ ഇൻഡക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതിന് ഇൻഡക്ടറിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? L into DIL by dt. DIL by dt. DIL by dt. ഇനി ഇവിടെ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? C2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പ്ലസ് VC2 പ്ലസ് VC2. ഇവിടെ നോക്കാം, ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് ഞാൻ ലൂപ്പ് എടുക്കുന്നത്. അടുത്ത് മൈനസ് പ്ലസ് ആണ്, അപ്പൊ മൈനസ് VC1, അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC1 ഈസ് ഈക്വൽ ടു 0. അതാണ് ഞാൻ ആദ്യം എഴുതിയത്. VC1 ഈസ് ഈക്വൽ ടു L into DIL by, ഞാൻ കാണിക്കാൻ എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. VC1 is equal to L into DIL by dt plus VC2. ഈ DIL by dt ക്ക് പകരം VC1 വരെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? X1. L into DIL by dt ക്ക് പകരം X3 ഡോട്ട്, VC2 ന് പകരം X2. അതിൽ നിന്ന് ഞാൻ X3 ഡോട്ടിന്റെ ഇക്വേഷൻ എഴുതി. X3 ഡോട്ടിന്റെ ഇക്വേഷൻ എഴുതി. ഇനി ഇക്വേഷൻ 1ഉം 2ഉം 3ഉം X1 ഡോട്ട് X2 ഡോട്ട് X3 ഡോട്ട് നമുക്ക് കിട്ടി. അതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതാലോ? എഴുതാം സർ. അത് ഓക്കെ, അത് എഴുതുക. ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് ഇങ്ങനെ ക്വസ്റ്റ്യന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഔട്ട്പുട്ട് R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് അല്ലെ? R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? VC2 അല്ലേ? VC2 എന്ന് പറയുമ്പോൾ എന്താണ്? X2. അപ്പൊ അതിന് ഔട്ട്പുട്ട് V0 ഈസ് ഈക്വൽ ടു VC2. അപ്പൊ Y ഈക്വൽ ടു എന്താണ്? Y ഈക്വൽ ടു X2. മെട്രിക്സ് ഫോം എഴുതാം. Y ഈക്വൽ ടു X1 ഉണ്ടോ ഇതില്? ഇല്ല. X2 ഉണ്ട്, അപ്പൊ അവിടെ 1 എഴുതാം. X3 എന്ന് പറയുമ്പോ ഉണ്ടോ? ഇല്ല, 0. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? X1 X2 X3. ഇതാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഈ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്നതിന് 1 മാർക്കും, ബാക്കിയുള്ളത് സ്റ്റേറ്റ് ഇക്വേഷൻ എന്നതിനാണ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാ. ഈ പ്രോബ്ലം കൂടി ഒന്ന് ചെയ്തിട്ട് ഈ പ്രോബ്ലം ഒരു 5 മിനിറ്റ്സേ വേണ്ടി വരത്തുള്ളൂ. ഇതൊന്ന് പെട്ടെന്ന് ചെയ്യാവോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, KTUവിന് ചോദിച്ചതാണ്. ബുദ്ധിമുട്ടുണ്ടോ ഇരിക്കാൻ 5 മിനിറ്റ്സ്? എങ്കിൽ നാളെ ചെയ്യാം. നാളെ ചെയ്യാമോ? ഓക്കെ, നാളെ ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാവോ? ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തോ ട്രൈ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. ഓക്കെ, ട്രൈ ചെയ്തിട്ട് വരും. എനിക്ക് നാളെ ഇനി ഒരു ടോപ്പിക് കൂടെ ഉണ്ട് ഇതില്. 5th മോഡിൽ ഒരു ടോപ്പിക് ഉണ്ട്, കൺട്രോളബിലിറ്റി ആൻഡ് അബ്സർവബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ആണ്. പിന്നെ നാളെ വരുമ്പം നിങ്ങൾ ഐസർ ട്രാൻസ്ഫോം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരിക കേട്ടോ. ഐസർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്താണ്, ഐസർ ട്രാൻസ്ഫോമിന്റെ ആ ഒരു പ്രോപ്പർട്ടി, ഇനിഷ്യൽ വാല്യൂ തിയറം ഫൈനൽ വാല്യൂ തിയറം ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതൊക്കെ സിഗ്നൽസിലും നെറ്റ്വർക്കിലൊക്കെ സിഗ്നൽസിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഒന്നൊരു ഓവർവ്യൂ ആയിട്ട് വരിക. ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായല്ലേ? കുഴപ്പമില്ല സർ. അപ്പൊ ശരി, എന്നാ ബാക്കി നാളെ. സൂര്യ ഉണ്ടോ? സർ ക്വസ്റ്റ്യൻ എഴുതുമായിരുന്നു. പറയൂ സർ. മനസ്സിലായോ ഇത്? മനസ്സിലായി സർ.
മനസ്സിലായി. ഇനി ഇത് റെക്കോർഡ് ചെയ്ത് എന്തായാലും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പം ശിവപ്രിയ അല്ലേ, ശിവപ്രിയ അടുത്ത് ടൈം കിട്ടുമ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത് മതി കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ 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 സർ. താങ്ക് യു സർ. ഓക്കെ Thank you, sir. താങ്ക് യു സാർ. താങ്ക് യു സർ.